ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. CGK ലെക്ചേഴ്സ് എന്ന ഈ ചാനലിൻ്റെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത് അല്ലേ? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ പറ്റി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു അല്ലേ? അതിൽ നമ്മൾ ഒരു സെല്ല് പഠിച്ചു, എന്താണ്? ഡാനിയൽ സെല്ല് പഠിച്ചു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സെല്ലായ ഇലക്ട്രോളിറ്റിക് സെല്ലാണ് എന്ത് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സെല്ലായ ഇലക്ട്രോളിറ്റിക് സെല്ലുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലുകളെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടേമാണ് എന്താണൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ്. എന്താണൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ്? അതേപോലെ എന്താണൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ്? എന്താണൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ്? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യും? കിണറ്റിലെ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഈ കറണ്ട് ഉപയോഗിച്ച് ഇതിൻ്റെ മോട്ടർ ഇടും, അല്ലെങ്കിൽ എന്തുവാ കിണറ്റിലെ വെള്ളം എന്ത് ചെയ്യും? ആ ടാങ്കിലേക്ക് നമ്മൾ അടിച്ച് കയറ്റും അല്ലേ? അപ്പോൾ അടിച്ച് കയറ്റുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് കിണറ്റിലെ വെള്ളമൊക്കെ നമ്മൾ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുന്നത്. അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായത്തോടാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായത്തോടെ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ തിരിച്ച് നിങ്ങൾ നോക്കുക, ആ ടാങ്കിൽ എത്തിയ അല്ലേ ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ എന്ത് സിമ്പിളായിട്ട് ആ വെള്ളം താഴേക്ക് വരും അല്ലേ? അവിടെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ സഹായമോ ഇലക്ട്രിസിറ്റിയുടെ സഹായമോ ഒന്നും വേണ്ട അല്ലേ? അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം വേണ്ടാതെ നടക്കുന്ന പ്രോസസ്സുകൾ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വിളിക്കാം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായത്തോടെ നടക്കുന്ന പ്രോസസ്സുകളെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇന്നലെ പഠിച്ച ഗാൽവാനിക് സെൽ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഗാൽവാനിക് സെൽ അല്ലേ? പിന്നെ നമ്മൾ വേറെ സെല്ലിനെ പറ്റി പഠിച്ചു, എന്താണ്? ഇലക്ട്രോളിറ്റിക് സെൽ അല്ലേ? ഇലക്ട്രോളിറ്റിക് സെൽ, ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇത് രണ്ടും എന്താണ്? ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഗാൽവാനിക് സെല്ലിന്റെ എക്സാമ്പിൾ പഠിച്ചു ഡാനിയൽ സെൽ. അവിടെ എന്തിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അവിടെ കെമിക്കൽ എനർജീനെ അല്ലേ? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? അതായത് ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ? എനിക്ക് പറയാൻ പറ്റും എന്താ? ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു? ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി എന്ന് പറയാം. ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടി ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി എന്ന് പറയാം. അതായത് ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരാളുടെ സഹായം നമ്മൾ തേടിയില്ലേ? അതായത് ഇലക്ട്രിസിറ്റിയുടെ സഹായം നമ്മൾ തേടിയല്ലേ ഈ റിയാക്ഷൻ നടക്കാനായിട്ട്? അതുകൊണ്ട് എന്താണ് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ല് എന്തിന് ഉദാഹരണമാണ്? ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഉദാഹരണമാണ്. ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഉദാഹരണമാണ്. ഇനി ഇത് നോക്കി, ഗാൽവാനിക് സെല്ലിൽ എന്താ സംഭവിച്ചത്? ഒരു കെമിക്കൽ എനർജിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എടുത്ത ആനോഡ് ആരായിരുന്നു? സിങ്ക് മെറ്റൽ അല്ലേ? കാഥോഡ് ആരായിരുന്നു? കോപ്പർ എടുത്തത് അല്ലേ? ഇവിടെ എന്തോ സംഭവിച്ചു? ജസ്റ്റ് ഈ രണ്ട് ഇലക്ട്രോഡ് തമ്മിൽ എന്ത് ചെയ്യുക? ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നത് അല്ലേ? അല്ലാണ്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സ്വിച്ചോ ഒന്നും കണക്ട് ചെയ്തില്ല അല്ലേ? അപ്പം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം വേണ്ടായിരുന്നു ഈ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് അല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പം ഗാൽവാനിക് സെല്ലിനും ഇലക്ട്രോളിറ്റിക് സെല്ലിനും നമുക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്തു? രണ്ട് ഡിഫറൻസ് കിട്ടി. ഒന്നെന്താണ്? ഗാൽവാനിക് സെല്ല് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ല് ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗാൽവാനിക് സെൽ എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഇലക്ട്രോളിറ്റിക് സെൽ എന്താണ്? ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഇലക്ട്രോളിറ്റിക് സെൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ഒക്കെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കി, ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെ? EC അല്ലെ? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താ വെച്ചാൽ ഇലക്ട്രോളിസിസ് ഓഫ് NaCl ആണ്. ഇലക്ട്രോളിസിസ് ഓഫ് NaCl. എന്താണ് NaCl? നമ്മുടെ ടേബിൾ സാൾട്ട് ആണ് അല്ലേ? സോഡിയം ക്ലോറൈഡ് ടേബിൾ സാൾട്ട് ആണ്. ഇതിന്റെ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, NaCl അല്ലേ? NaCl എന്തായിട്ട് മാറണം? ഇലക്ട്രോളിസിസ് നടന്ന് നമുക്ക് Na ആറ്റവും ക്ലോറിൻ ഗ്യാസുമായിട്ട് മാറണം അല്ലേ? ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ടല്ലോ. ഇതിൽ ബാലൻസ് ചെയ്ത ഇക്വേഷൻ അല്ല. കാരണം എന്താ? ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ, ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ രണ്ടിന് കൊടുത്തു, ഇവിടെ രണ്ട് ക്ലോറിൻ വന്നു. ഇവിടെ പക്ഷേ എന്താ? ഒരു സോഡിയം ഉള്ളൂ അല്ലേ? ഇവിടെ രണ്ട് സോഡിയം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ രണ്ടും കൂടെ കൊടുത്തു. അങ്ങനെ ഈ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ഇക്വേഷൻ ആക്കി മാറ്റി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ? NaCl ഉണ്ടല്ലേ? നമ്മുടെ സോഡിയം ക്ലോറൈഡ് അല്ലേ?
അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോളിസിസ് ഓഫ് NaCl ആണ്, അത് മോൾട്ടൺ സ്റ്റേറ്റിലാണ് കേട്ടോ. മോൾട്ടൺ NaCl ആണ്, അതിന് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അതായത് നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നത് അതിനെ ഹീറ്റ് ചെയ്യുന്നത് എന്താണ്, മെൽറ്റ് ചെയ്യുന്നത്. അതാണ് എന്ത് സോഡിയം മോൾട്ടൺ NaCl എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ NaCl അല്ലേ, ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര, -1 ആണ്. അതായത് ഇത് എവിടെ വരുന്ന ഹാലജനിൽ വരുന്നതാണ് എന്ത്, ക്ലോറിൻ അല്ലേ. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരെല്ലാം ഇവിടെ വരുന്നതാണ് ഹാലജനിൽ വരുന്നത് അല്ലേ. അപ്പൊ അവരുടെയൊക്കെ കോമൺ ആയിട്ട് എന്താണ് ഒരു -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷെ റെയർ കേസുകളിൽ എന്താ, ചില ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് അതായത് ഫ്ലൂറിനും ഓക്സിജനോടൊക്കെ ചേരുമ്പോൾ എന്ത് ചെയ്യാം, ഇവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറാം. അതായത് ഇവിടെ -1 ഇവിടെ +3 ആണ് ആൾക്ക് ക്ലോറിന്. അല്ലാത്ത കേസിലെല്ലാം എന്താണ്, ക്ലോറിന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി ഒരു മോളിക്യൂൾ മൊത്തത്തിൽ എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലേ. മൊത്തത്തിൽ ചാർജ് എന്ന് വരണം, 0 വരണം. അതുകൊണ്ട് ഇത് -1 ആണെങ്കിൽ ഇതിന്റെ ചാർജ് എന്തായിരിക്കും, +1 ആയിരിക്കും അല്ലേ. ഇതൊരു ന്യൂട്രൽ സ്പീഷീസ് അല്ലേ, സോഡിയം ആറ്റം. ഇയാളുടെ ചാർജോ 0, ക്ലോറിന്റെ ചാർജ് എന്താണ് 0. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ Na+ എന്തായിട്ട് മാറണം, Na0 ആയിട്ട് മാറണം. അതായത് +1ൽ നിന്ന് 0 ആയിട്ട് മാറണം. ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ എന്തെന്നാ വിളിച്ചേ, നമ്മളതിനെ റിഡക്ഷൻ എന്ന് വിളിച്ചു അല്ലേ. ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ എന്താണ്, റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, കാഥോഡ് അല്ലേ. നമ്മൾ റെഡ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കാഥോഡ്. ഇനി നിങ്ങൾ നോക്കിയേ Cl- അല്ലേ, ഇവിടെ Cl-1 ആണ് അല്ലേ. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, Cl0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ നോക്കിയേ -1 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി അല്ലേ. അതായത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ എന്താണ്, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോൺ നമ്മൾ എന്ത് വിളിക്കും, ആനോഡ് അല്ലേ. ആൻ ഓക്സും റെഡ് ക്യാറ്റും അല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയ NaCl എന്തായിട്ട് മാറണം, എന്നെയും ക്ലോറിനുമായിട്ട് മാറണം. പക്ഷേ ഈ NaCl എന്ന് പറയുന്ന ചാർജ് നോക്കി, ഇവിടെ +1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട് അല്ലേ. അതായത് ഇവരെന്താണ്, ഇവർ തമ്മിലൊരു അയോണിക് ബോണ്ടാണുള്ളത്. ഒരു സ്ട്രോങ് അയോണിക് ബോണ്ടാണ് ആര് തമ്മിലുള്ളത്, സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറ്റാൻ പറ്റത്തില്ല, Na0യും ക്ലോറിൻ ഗ്യാസും ആക്കിയിട്ട് മാറ്റാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ ഈ ഒരു റിയാക്ഷൻ പോസിബിൾ അല്ല. കാരണം എന്താ, Na+ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറത്തില്ല, Na0 ആയിട്ട് മാറത്തില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റിൽ അവർ രണ്ടുപേരും എന്താണ്, ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ സഹായം വേണം. ഈ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ സഹായം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ ബാറ്ററി. എന്താണ് ബാറ്ററി, ബാറ്ററി എന്താണ്, ഒരു സെല്ലിന്റെ കോമ്പിനേഷൻ ആണ് ഇത് ബാറ്ററി എന്ന് വിളിക്കുക. നമ്മൾ ബാറ്ററി എടുത്തു, ബാറ്ററിക്ക് എന്തുകൊണ്ട്, ഒരു പോസിറ്റീവ് ടെർമിനലുണ്ടും ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. അതായത് ഇതാണ് അതിന്റെ പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് അതിന്റെ നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ. ഇനി ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, പുഷ് ചെയ്യും. പുഷ് ഇലക്ട്രോൺസ്. ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, പുഷ് ചെയ്യും. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, പുള്ള് ചെയ്യും. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇലക്ട്രോണിനെ വലിക്കും, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കിയേ, അപ്പൊ ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ സഹായം വേണ്ടതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു സെറ്റപ്പിനെ എന്തിൽ കണക്ട് ചെയ്യണം, ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, ഈ ഒരു റിയാക്ഷൻ നമുക്ക് പോസിബിൾ ആകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ് നടക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ സഹായം വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രോളിറ്റിക് സെൽ എന്താണ്, ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇലക്ട്രോളിസിന്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, ആ ഒരു സെല്ല് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളടുത്ത് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ ആദ്യം ഈ ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബീക്കറാണ് എടുക്കുന്നത് കേട്ടോ. ഒരു ബീക്കർ എടുത്തു. നമ്മുടെ ഡാനിൽസന്റെ കേസിൽ നമ്മൾ 2 ബീക്കർ എടുത്തു കേട്ടോ. ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ കേസിൽ നമ്മൾ ഒറ്റ ബീക്കർ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, നമ്മുടെ മോൾട്ടൺ NaCl അല്ലേ, മോൾട്ടൺ NaCl നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളത്, Na+ അയോൺസും ഉണ്ട്, Cl- അയോൺസും ഉണ്ട് അല്ലേ. Na+ അയോൺസും ഉണ്ട്, Cl- അയോൺസും ഉണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ല് ഇലക്ട്രോലൈറ്റ് ആരാണ്, മോൾട്ടൺ NaCl ആണ് അല്ലേ. ഒരു ഡാനിൽ സെല്ല് ആരായിരുന്നു, സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും അല്ലേ. പക്ഷെ ഇവിടെ ആരാണ്, മോൾട്ടൺ NaCl ആണ് എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാണ്, മോൾട്ടൺ NaCl. ഓക്കെ. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ 2 ഇലക്ട്രോഡ് എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇലക്ട്രോഡ്, 2 മെറ്റലിന്റെ കഷ്ണം എടുക്കുന്നുണ്ട്. ഓക്കെ, 2 ഇലക്ട്രോഡ്. പക്ഷെ ഡാനിൽസിന്റെ കേസിൽ എന്തോ സംഭവിച്ചേ, നമ്മൾ 2 ബീക്കറിനും ഓരോ ഇലക്ട്രോഡ് ഇൻസേർട്ട് ചെയ്താൽ ചെയ്തല്ലേ.
പക്ഷെ ഇവിടെ എന്ത് ചെയ്യുക, ഒരു ബീക്കറിൽ എന്ത് ചെയ്യുക, 2 ഇലക്ട്രോഡ് എടുക്കും. ഈ ഇലക്ട്രോണിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ എടുക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. പ്ലാറ്റിനം ഇലക്ട്രോഡാണ് നമ്മളിവിടെ എടുക്കുന്നത്, പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡ്. ഈ പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? അവർ ഇനേർട്ട് ഇലക്ട്രോഡാണ്. എന്താണ്? ഇനേർട്ട് ഇലക്ട്രോഡാണ്. ഇനേർട്ട് ഇലക്ട്രോഡാണ് ആര്? പ്ലാറ്റിനം ഇലക്ട്രോഡ്. എന്താണ് ഒരു ഇനേർട്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ഇനേർട്ട് ഇലക്ട്രോഡ്? അപ്പൊ ഇനേർട്ട് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡിൽ എന്ത് സംഭവിക്കത്തില്ല, ഇലക്ട്രോഡിന് ഓക്സിഡേഷനോ റിഡക്ഷനോ ഒന്നും സംഭവിക്കത്തില്ല. അവരെന്താണ്? അവർ സ്റ്റേബിൾ ആണ്. ആ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യാണ്, അവരൊരു സർഫസ് പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ് ആര് ചെയ്യുന്നത്, ഈ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഡയൻസിന്റെ കേസിൽ നിങ്ങൾ എന്തെടുത്തു, സിങ്ക് ഇലക്ട്രോഡ് എടുത്തായിരുന്നു അല്ലേ? അതെന്ത് സംഭവിച്ചു? അത് സിങ്ക് 2+ ഒപ്പം 2 ഇലക്ട്രോണുമായിട്ട് മാറിയില്ലേ? സിങ്ക് 2+ ഒപ്പം 2 ഇലക്ട്രോണുമായിട്ട് മാറി. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കത്തില്ല, ഈ പ്ലാറ്റിനത്തിന് എന്ത് സംഭവിക്കത്തില്ല, ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താണ്? അവരൊരു ഇനേർട്ട് ഇലക്ട്രോഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ഡാൻസിൽ കണക്ട് ചെയ്തിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്തു, ഒരു മെറ്റാലിക് വയർ കൊണ്ട് കണക്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു ഈ മോട്ടൺ NaCl നമുക്ക് ഇലക്ട്രോളിസ് ചെയ്ത് എന്നെയും ക്ലോറിൻ ഗ്യാസും ആക്കണമെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സിന്റെ സഹായം ഇല്ലാണ്ട് എന്ത് ചെയ്യത്തില്ല, അത് വർക്ക് ചെയ്യത്തില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സെല്ലാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് സെല്ലാണ് അല്ലേ? ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കമ്പൈൻ ചെയ്താണ് എന്ത് ബാറ്ററി എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ? എന്നിട്ട് ഈ വലിയ വര എന്താണ്? അതിന്റെ പോസിറ്റീവ് ടെർമിനൽ. ചെറിയ വര എന്താണ്? അതിന്റെ നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇവിടെ നോക്കി, ഞാനൊരു ബാറ്ററി വെച്ചു അല്ലേ? ബാറ്ററി വെച്ചു. ഇതിന്റെ നെഗറ്റീവ് ടെർമിനലാണിത്, ഇതിന്റെ പോസിറ്റീവ് ടെർമിനലാണ് ഇത്. അപ്പൊ നമ്മൾ എടുത്തൊരു മോട്ടൺ NaCl സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് 2 പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡ് ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് അവരെ എന്ത് ചെയ്തു, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് ടെർമിനൽ എന്തിനുള്ള കഴിവുണ്ട്, ഇലക്ട്രോണിനെ പുഷ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? ഇലക്ട്രോണിനെ പുഷ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? അതിന്റെ പോസിറ്റീവ് ടെർമിനൽ എന്തിനുള്ള കഴിവുണ്ട്, ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ബാറ്ററി എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ പുഷ് ചെയ്തു. ബാറ്ററി എവിടെ എത്തി, ഈ ഇലക്ട്രോഡിൽ എത്തി അല്ലെ? ബാറ്ററിയിലെ ഇലക്ട്രോൺ എവിടെ എത്തി, ഈ ഒരു ഇലക്ട്രോഡിൽ എത്തി. അപ്പൊ ഇലക്ട്രോൺ ഇവിടെ എത്തി. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, മൈനസ് ആണ് അല്ലെ? സൊല്യൂഷൻ ആരൊക്കെ ഉണ്ട്, നമുക്കൊരു പോസിറ്റീവ് സ്പീഷീസ് ഉണ്ട്, ഒരു നെഗറ്റീവ് സ്പീഷീസ് ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ പോസിറ്റീവ് സ്പീഷീസ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് നമുക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഈ Na+നെ ആര് അട്രാക്ട് ചെയ്യും, ഇലക്ട്രോൺ അല്ലെ? അപ്പൊ Na+ എന്തായിട്ട് മാറും, Na+ ഈ ഇലക്ട്രോണിന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും അല്ലെ? ആ ഒരു ഇലക്ട്രോണിനെ CH എന്തായിട്ട് മാറും, അത് Na ആയിട്ട് മാറും. ഇനി നോക്കി, ഇനി നമുക്ക് ആ സൊല്യൂഷനിൽ ആരുണ്ട്, Cl- ഉണ്ട് അല്ലെ? ആ Cl- എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ പുള്ള് ചെയ്യല്ലേ? അപ്പം Cl- എന്തിനെ പുള്ള് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ പുള്ള് ചെയ്യും, വലിച്ചെടുത്തു അല്ലെ? ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുത്തു. അപ്പൊ അത് മാറും, Cl ആയിട്ട് മാറും. ഓക്കെ. പക്ഷെ ഒരിക്കലും എന്തെങ്കിലും ഒരു Cl ആയിട്ട് ഈ ഒരു ഇത് ക്ലോറിൻ ഇരിക്കത്തില്ല. നമ്മൾ എപ്പോഴും എന്താണ് Cl2 മോളിക്യൂൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ Cl2 മെൻഷൻ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാൻ, ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 Cl- എഴുതി, ഇവിടെ എന്ത് ചെയ്യുക, 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടായിരിക്കും, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, -2 ഇലക്ട്രോൺ എന്ന് മെൻഷൻ ചെയ്തില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് അത് പോസിറ്റീവ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ കിട്ടും, നമുക്കിത് 2Cl- ഗീവ്സ് എന്ത് കിട്ടും, Cl2 ഗ്യാസ് പ്ലസ് 2 ഇലക്ട്രോൺ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിയാക്ഷൻ കിട്ടി സോഡിയത്തിന്റെ, ഇവിടെ രണ്ടാമത്തെ ഒരു റിയാക്ഷൻ കിട്ടി ക്ലോറിന്റെ അല്ലെ? അപ്പൊ നോക്കിയേ, ഇവിടെ എന്ത് സംഭവിച്ചു, +1 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി അല്ലേ? അതായത് സോഡിയം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. അതായത് സോഡിയത്തിന് എന്ത് സംഭവിച്ചു, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിച്ചു. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്, കാഥോഡിലാണ് അല്ലേ? അപ്പോൾ ഇലക്ട്രോളിറ്റിക്സിന്റെ കാഥോഡാണ് എന്ത്, ഇത്. കാരണം ഇവിടെ സോഡിയം എന്തായിട്ട് മാറി, Na+, Na ആയിട്ട് മാറി. ആ Na എന്ത് ചെയ്യും, ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ഇവിടെ എന്ത് സംഭവിച്ചു, നമ്മുടെ ക്ലോറിൻ മൈനസ്, സൊല്യൂഷനുള്ള ക്ലോറിൻ മൈനസ് ഈ ബാറ്ററിയുടെ സഹായത്തോടെ എന്ത് ചെയ്തു, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറി, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറി അല്ലേ? അപ്പൊ ഈ ഇലക്ട്രോണിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യും, ഒരു ബബിളിന്റെ ഫോർമേഷൻ കാണാൻ പറ്റും. ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു ബബിൾ ഫോർമേഷൻ കാണാൻ പറ്റും. അവരെന്ത് ചെയ്യും, ഈ സൊല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ നമുക്കൊരു ഇലക്ട്രോളിറ്റിക്സിന്റെ ആനോഡും കാഥോഡും ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ. നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത് ഏതാണ്, ആനോഡ് അല്ലേ? ആനോഡ് ഏതാണ്, ഇതല്ലേ? ഇതാണ് നമ്മുടെ ആനോഡ്, ഇതാണ് നമ്മുടെ കാഥോഡ്. ആനോഡിൽ എന്ത് സംഭവിച്ചു, 2 Cl- 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറി,
ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറി. ഇനി നോക്കുക കാഥോഡിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതാണ് ആനോഡ്. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ അല്ലേ? ഇവിടെ Cl-1 നിന്ന് എന്തായിട്ട് മാറി? +0 അല്ല 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. ഇനി നിങ്ങൾ നോക്കുക കാഥോഡ് അല്ലെങ്കിൽ എന്താ? റിഡക്ഷൻ അല്ലേ? കാഥോഡ് അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചു അല്ലേ? ആർക്കാണ്? Na+ അല്ലേ? Na+ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറി? Na ആറ്റമായിട്ട് മാറി. നിങ്ങൾ നോക്ക് ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടല്ലേ? ഇവിടെ 1 ഇലക്ട്രോണേ ഉള്ളല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ മൊത്തത്തിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? 2Na+ + 2 ഇലക്ട്രോൺ gives 2Na എന്ന് കിട്ടും അല്ലേ? 2Na+ + 2 ഇലക്ട്രോൺ gives 2Na നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ നോക്കിയേ, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ കൂട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ കൂട്ടി അല്ലേ? റൈറ്റ് ഹാൻഡ് അപ്പൊ എന്ത് വെട്ടിപ്പോകും? 2 ഇലക്ട്രോൺ വെട്ടിപ്പോകും. പിന്നെ ആരാ ഉള്ളത്? 2Na+ + 2Cl- gives 2Na + Cl2 ഗ്യാസ്. സോ ഇതാണ് എന്ത്? ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻസ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കേട്ടോ. ഒരു ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ നിങ്ങൾക്കറിയാം ഗാൽവാനിക് സെല്ലിൽ എന്താണ് സംഭവിച്ചത്? കെമിക്കൽ എനർജിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ? എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ടുള്ള കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്, ഇലക്ട്രോലൈറ്റിക് സെല്ലുകളിൽ നടക്കുന്നത്. ഇനി ഗാൽവാനിക് സെൽ എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഉദാഹരണമാണല്ലേ? കാരണം എന്താണ്? അവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സിന്റെ സഹായം നമുക്ക് വേണ്ട. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ സിംഗിൾ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ഈ കോപ്പർ ഇലക്ട്രോണിലോട്ട് മൂവ് ചെയ്യും അല്ലേ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം വേണ്ട. അതുകൊണ്ട് എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്താണ്? ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് അല്ലേ? കാരണം എന്താ? അവിടെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു സോഴ്സിന്റെ സഹായം വേണം. എന്താണത്? ഒരു ബാറ്ററി ആണല്ലേ? ഇനി അടുത്ത് നോക്കി നിങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗാൽവാനിക് സെൽ എന്താണ്? ആനോഡ് എന്താണ്? നെഗറ്റീവ് ആണ്, കാഥോഡ് പോസിറ്റീവ് ആണ് അല്ലേ? കാരണം എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലേ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്. ഇതെന്താണ്? ആനോഡ്. അതെന്താണ്? നെഗറ്റീവ് ചാർജ്. കാഥോഡ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ഇനി ഇലക്ട്രോലൈറ്റിക് സെൽ നോക്കി, ആനോഡ് പോസിറ്റീവും കാഥോഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ? ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ഇതെന്താണ്? കാഥോഡ് ആണ് അല്ലേ? അപ്പൊ കാഥോഡ് എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ നെഗറ്റീവ് ചാർജും ആനോഡ് എന്താണ്? പോസിറ്റീവ് ചാർജും ആണ്. ഇനി അടുത്ത് നോക്കി, ഇവിടെ ഇലക്ട്രോൺസിനെ ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ഇവിടുത്തെ മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണല്ലേ ഒരു ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അതായത് ഇവിടെ സിങ്ക് ആണ് എന്ത്? ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നത്? ഈ ഒരു കോപ്പർ ഇലക്ട്രോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കി ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുന്ന ആരാണ്? ബാറ്ററി ആണ് അല്ലേ? ബാറ്ററിയാണ് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗാൽവാനിക് സെല്ലും ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക എന്താണ്? കമ്പാരിസൺ ബിറ്റ്വീൻ ദി ഗാൽവാനിക് സെൽ ആൻഡ് ദ ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ ഈ ഒരു 4 റീസൺസ് ആണ്, ഈ ഒരു 4 പോയിന്റുകളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് ഒരു സെൽ പൊട്ടൻഷ്യൽ? എന്താണ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് ഒരു സെൽ പൊട്ടൻഷ്യൽ? അപ്പോൾ നിങ്ങൾ നോക്കിയ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന ഈ വാക്കിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരു ഇലക്ട്രോഡിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ഇലക്ട്രോഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഇ കേട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, അതിനെ പറ്റി പഠിക്കുന്ന ലെറ്ററാണ് ഇത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഇത് ഇ എന്ന ലെറ്റർ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഒരു ഡാനിയൽ സെൽ അല്ലേ, നമ്മുടെ ഡാനിയൽ സെൽ ഇവിടെ വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു ഡാനിയൽ സെൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്? കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ട്, ഇവിടെ സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു കുറേ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉള്ള സിങ്ക് എല്ലാം എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് മാറും അല്ലേ? സിങ്ക് 2+ ആയിട്ട് മാറും. അതായത് ഇതിന് താഴെ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടി. ഇലക്ട്രോണിന്റെ താഴെ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടി അല്ലേ? ഇത് നിങ്ങൾ നോക്കി, ഇലക്ട്രോൺ ഇതിലെ മൂവ് ചെയ്യില്ല. അപ്പോൾ മുകളിൽ എന്താണ്? ഒരു നെഗറ്റീവ് ചാർജാണ്. ഈ ഒരു ഇലക്ട്രോണിന്റെ താഴെ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജാണ് അല്ലേ? അതായത് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തു? ഈ ഇലക്ട്രോണിന് ചുറ്റും രൂപീകരിക്കപ്പെട്ടില്ലേ? അതായത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലേ? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഈ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ
പറയുന്നത്. ഇനി ഇവിടെ നോക്കി ഞാൻ പറഞ്ഞു കുറേ നേരം കഴിയുമ്പോൾ ഈ സൊല്യൂഷനുള്ള Cu2+ എല്ലാം എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറിയിട്ട് ഈ ഒരു ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഇവിടെ ആരാ ഉള്ളത്, SO2- ആനയോൺസ് ആണുള്ളത് അല്ലേ. SO2- ആനയോൺസ് ആണുള്ളത്. അപ്പോൾ താഴെ എന്ത് ഡെവലപ്പ് ചെയ്തു, ഈ ഇലക്ട്രോണിന് താഴെ ഒരു നെഗറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മേലുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്തു, താഴേക്ക് മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ മേളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്തു, രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതും എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇലക്ട്രോണിന് ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തു, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തു അല്ലേ. ഇനി ഈ ഒരു ഇലക്ട്രോഡ് എന്താണ്, ആനോഡാണ് അല്ലേ. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോണിന് ചുറ്റും ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് എന്ന് പറയാൻ പറ്റും, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആനോഡിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇനി നിങ്ങൾ ഇവിടെ നോക്കി, ഈ ഒരു കോപ്പർ ഇലക്ട്രോണിന് ചുറ്റും രൂപീകരിക്കപ്പെട്ട പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇപ്പോൾ കാഥോഡിക് പൊട്ടൻഷ്യൽ അല്ലേ. കാഥോഡിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇക്ക് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം. അത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, സിങ്ക് എന്താ സംഭവിക്കുന്നത്, സിങ്ക് 2 ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു, ഈ കോപ്പർ ഇലക്ട്രോണിലോട്ട് കൊടുത്തു അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, ഈ 2 ഇലക്ട്രോണിനെ ആര് വാങ്ങി, ഈ സൊല്യൂഷനുള്ള Cu2+ അയോൺസ് വാങ്ങി. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോൺ ടു ലൂസ് ഇലക്ട്രോൺ ഓർ ഗെയിൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ. അതായത് അതിൻ്റെ തന്നെ സൊല്യൂഷനെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഇലക്ട്രോണിനുള്ള ഇലക്ട്രോണിനെ കളയാനോ സ്വീകരിക്കാനോ ഉള്ള ഒരു കഴിവിന് പറയുന്ന പേരാണ് എന്ത്, അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ ഒരു കഴിവിന് പറയുന്ന പേരാണ് എന്ത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലൂസ് ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾ പറയാം എന്താണ് ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോൺ ടു ഗെയിൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ. അതാണ് എന്ത്, ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോൺ ടു ഗെയിൻ ഇലക്ട്രോൺ ഓർ ടു ലൂസ് ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ എന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നോക്കണം. ഓക്കെ, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് E0 ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് വാല്യൂ വരുമ്പോൾ നമ്മൾ E0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെ നോക്കുക, നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അതെന്താണ്, ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, എനിക്ക് ഇഷ്ടമുള്ള കോൺസെൻട്രേഷൻ എടുക്കാം, 1 മോളർ എടുക്കാം, 2 മോളർ എടുക്കാം, 3 മോളർ എടുക്കാം. അപ്പോഴെല്ലാം എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, ഈ ഇലക്ട്രോണിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും അല്ലേ. പക്ഷേ എപ്പോഴാണോ ഞാൻ ഈ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാറായിട്ട് ഫിക്സ് ചെയ്യുന്നത്, 1 മോളാറായിട്ട് ഫിക്സ് ചെയ്തത് 298 കെൽവിനിൽ, അതായത് എന്താണ് 25 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ആൻഡ് 1 ബാർ പ്രഷർ. ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഡാനിയൽസിൽ മേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സെല്ല് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ E0 എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ടേമാണ് എന്താണ് സെൽ പൊട്ടൻഷ്യൽ. എന്താണ് സെൽ പൊട്ടൻഷ്യൽ, അതിന് നമ്മൾ ഈ സെൽ എന്നാണ് കേട്ടോ മെൻഷൻ ചെയ്യുന്നത്. സെൽ പൊട്ടൻഷ്യൽ നമ്മൾ ഈ സെൽ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ E എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ E0 എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ട് സെൽ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്കിവിടെ 2 ഇലക്ട്രോഡ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ ജനറേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ നമ്മൾ ആനോഡിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഇവിടെ ജനറേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ നമ്മൾ കാഥോഡിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. അപ്പോൾ ഈ 2 ഇലക്ട്രോഡ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്, അതിന്റെ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ സെൽ നമ്മൾ വിളിക്കുന്നത്. അതായത് ഈ ഒരു സെന്ററിൽ കാണിക്കുന്ന വോൾട്ട്മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ആണെന്ത്, ആ ഒരു 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ സെൽ എന്ന് പറയാം. അപ്പോൾ ഈ സെല്ലിന് എനിക്ക് ഡെഫിനിഷൻ പറയാം, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ് ഇൻ എ ഇലക്ട്രോലൈറ്റിക് ഓർ ദ ഗാൽവനിക് സെൽ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കാഥോഡ് ആൻഡ് ദ ആനോഡ് എന്ന് പറയാം അല്ലേ. അതായത് ഈ കാഥോഡ് മൈനസ് എന്ന് എഴുതാൻ പറ്റും എനിക്ക്, ഈ ആനോഡ് എന്ന് എഴുതാം അല്ലേ. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് എഴുതാമല്ലോ അല്ലേ. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഈ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യലും ഈ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്തായിരിക്കും ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സെൽ അല്ലേ. നമുക്ക് ഈ റൈറ്റ് എന്ന് എഴുതാമല്ലോ, ഇതെന്താണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സെൽ അല്ലേ. അതുകൊണ്ട് ഈ ലെഫ്റ്റ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ സെൽ നമ്മൾ എന്തായിട്ട് എഴുതാം, ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് എഴുതാം. ഈ സെല്ലിന് നമുക്ക് ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് എഴുതാം.
അതാണ് എന്ത് ആ ഒരു സെല്ലിൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കണം, നമുക്ക് അടുത്ത വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെൽഫ് പൊട്ടൻഷ്യൽ വരും അല്ലേ. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സെൽഫ് പൊട്ടൻഷ്യൽ? അപ്പോൾ അതിനെ നമ്മൾ എന്തുമായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എന്ന് ഡിനോട്ട് ചെയ്തു, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 എന്ന് ഡിനോട്ട് ചെയ്തു അല്ലേ. അപ്പോൾ സെൽഫ് പൊട്ടൻഷ്യൽ E0 എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പം സ്റ്റാൻഡേർഡ് സെൽഫ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് E0 എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ. E0 സെൽ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോഡ്സ്. എപ്പോഴാണ് ആ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. അതുപോലെ 298 കെൽവിൻ ആയിരിക്കണം ആ ഒരു സെറ്റപ്പ്, 1 ബാർ പ്രഷർ ആയിരിക്കുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ആ ഒരു ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ E0 സെൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കുക, അതിൽ നിന്ന് ആരെ കുറയ്ക്കുക? ഈ ആനോഡിൻ്റെ പൊട്ടൻഷ്യലിനെ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഡാനിയൽസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും? ഒരു ഡാനിയൽസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ചു സെൽഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് അല്ലേ. സെൽഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഒരു ഡാനിയൽസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ആനോഡ്? സിങ്ക് ആണ് അല്ലേ. സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് 2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറും അല്ലേ. ആരാണ് കാഥോഡ്? കോപ്പർ ആണ് അല്ലേ. കോപ്പർ 2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്തായിട്ട് മാറും? കോപ്പർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ സെല്ലിൽ നമ്മൾ പഠിച്ചു എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പം എന്ത് ചെയ്താൽ ഈ കാഥോഡ് അല്ലേ, കാഥോഡ് എന്താണ്? കോപ്പർ 2+ എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. മൈനസ് ഈ ആനോഡ് എന്താണ്? സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി അല്ലേ. പക്ഷേ നമ്മളത് എങ്ങനെ ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? തെറ്റാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? Cu2+ Cu ആവുന്ന പ്രോസസ്സാണ് അല്ലേ. Cu2+ Cu ആവുന്ന പ്രോസസ്സാണ്, അത് റിഡക്ഷൻ ആണ്. അപ്പോൾ ഇതെന്താണ്? അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. പക്ഷെ ഇവിടെ നോക്കി ഈ സിങ്ക് എന്തായിട്ട് മാറുന്ന പ്രോസസ്സാണ്? സിങ്ക് 2+ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. അതായത് ഇവിടെ ഓക്സിഡേഷൻ ആണ് കാണിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. ഒരിക്കലും നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. എപ്പോഴും നമ്മൾ രണ്ട് കാര്യങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? അത് സെയിം തിങ് ആയിരിക്കണം. അതായത് ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കൺസിഡർ ചെയ്തെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ Cu2+ ബാർ Cu മൈനസ് ഈ സിങ്ക് 2+ ബാർ സിങ്ക് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തില്ല? ഒരിടത്ത് റിഡക്ഷൻ പൊട്ടൻഷ്യലും ഒരിടത്ത് കൊണ്ടുവന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എഴുതത്തില്ല. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുക. ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുക. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്? അതിന് ആനോഡിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ആനോഡിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്. അല്ലാത്ത കേസിലെല്ലാം പൊട്ടൻഷ്യൽ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരേ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുക. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തൊരു എക്സാമ്പിൾ വളരെ ഈസിയാണ്. 2 Cu 2 Ag+ഉമായിട്ട് ചേർന്ന് 2 Cu2+ + 2 Ag ആയിട്ട് മാറുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആരാണ് ആനോഡ്? ഇവിടെ ആരാണ് കാഥോഡ് അല്ലേ. നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? 0 ആണ് അല്ലേ. കാരണം എന്താ? കോപ്പർ ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. Ag എന്താണ്? 0 ആണ്. കാരണം എന്താണ്? Ag ഒരു ന്യൂട്രൽ മോളിക്യൂളാണ് അല്ലേ. ഇവിടെ എന്താണ്? +1 ആണ്. ഇവിടെ എന്താണ്? +2 ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? കോപ്പറിന് 0ൽ നിന്ന് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്തു? +2ലേക്ക് കൂടി. അതായത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അത് എവിടെയാണ് നടക്കുന്നത്? ആനോഡ്. ഇവിടെ നോക്കിയേ, Ag+ എന്തായിട്ട് മാറി? Ag 0 ആയിട്ട് മാറി അല്ലേ. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ. ആ ഒരു പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ ആണല്ലേ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ ആണ്. അത് എവിടെയാണ് നടക്കുന്നത്? കാഥോഡ് അല്ലേ. റെഡ് ക്യാറ്റ്. അപ്പോൾ നമുക്ക് പറഞ്ഞു നമ്മൾ ആനോഡ് കോപ്പർ ആണ്, കാഥോഡ് ആരാണ്? Ag+ ആണ്. അപ്പോൾ എങ്ങനെ ഈ സെൽ എഴുതാം? എങ്ങനെ എഴുതണ്ടേ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡിന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കി നമ്മുടെ കാഥോഡ് ആരാണ്? ആരാണ് കാഥോഡ്? സിൽവർ ആണ് അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? ഈ Ag+ ബാർ Ag എന്ന് എഴുതുക മൈനസ് ഈ ആനോഡ് എന്താണ്? കോപ്പർ ആണല്ലേ. അവിടെ എന്ത് നമ്മൾ എഴുതണം? Cu2+ ബാർ Cu എന്ന് എഴുതണം. കാരണം നമ്മൾ അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിലാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടെ അല്ല നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്? നമ്മൾ
ഫസ്റ്റ് പഠിച്ചത് ഒരു ഇലക്ട്രോണിക് സെല്ലിൻ്റെ വർക്കിംഗ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ഇലക്ട്രോണിക് സെല്ലിൻ്റെ തമ്മിലൊരു കമ്പാരിസൺ പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, പിന്നെ എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. പിന്നെ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചു, എന്താണ് ഇ സെൽ ഇസിക്കൽ ടു ഇ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അത് നമ്മൾ ആ രണ്ട് സെല്ലിൻ്റെ എന്ത് ചെയ്യുക, ആ രണ്ട് ഇലക്ട്രോഡിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം ഉണ്ടാകുന്നതാണ് EMF എന്ന് പറയുന്ന ഒരു ടേമാണ്. അത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? അത് നമ്മൾ ഈ സെല്ലിൽ നിന്ന് പ്രത്യേകിച്ച് കറണ്ട് ഒന്നും ഡ്രോൺ ചെയ്യുന്നില്ലെങ്കിൽ, ഈ സെല്ലിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് കറണ്ട് ഒന്നും നമ്മൾ ഡ്രോൺ ചെയ്തില്ലെങ്കിൽ, ഈ ഒരു സെല്ലിൽ നിന്ന് പ്രത്യേകിച്ച് കറണ്ട് ഒന്നും നമ്മൾ ഡ്രോൺ ചെയ്യുന്നില്ലെങ്കിൽ ആ സെല്ല് കാണിക്കുന്ന ആ ഒരു പൊട്ടൻഷ്യലിനാണ് നമ്മളെന്ന് പറയുന്നത് അതിൻ്റെ EMF എന്ന് പറയുന്നത്. ബേസിക്കലി എന്ത് തന്നെയാണ്, അതൊരു ഈ സെല്ല് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുക, ആ ഒരു സെല്ലിൽ നിന്നും കറണ്ട് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ ആ ഒരു സെല്ല് കാണിക്കുന്ന പൊട്ടൻഷ്യലാണെന്ന് അതിൻ്റെ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.